ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടോപ്പിനുള്ള മെറ്റീരിയൽസ് നോക്കാം. എംബ്രോയ്ഡർഡ് നെറ്റ് 1.5 മീറ്റർ, റോ സിൽക്ക് 2 മീറ്റർ, അതുപോലെ തന്നെ ലൈനിങ്ങും 2 മീറ്റർ വേണം. ഈ നെറ്റ് മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വിട്ട് കൂടുതലുള്ളതാണെങ്കിൽ 1.5 മീറ്റർ വാങ്ങിച്ചാൽ മതി. അഥവാ വിട്ട് കുറവാണെങ്കിൽ കൂടുതൽ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമ്മൾ സ്ലീവിലും കൂടെ ഈ നെറ്റ് മെറ്റീരിയലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നെക്ക് കട്ട് ചെയ്യാം. നെക്ക് ഞാനൊരു റൗണ്ട് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതുപോലെ ഡെപ്ത്ത് 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 2 നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കുറച്ചെടുത്താലും കുഴപ്പമില്ല. അടുത്ത് ഇനി കുറച്ചും കൂടെ ഡെപ്തിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്കൊരു റൗണ്ടിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് മെറ്റീരിയലും ഇതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി 2 മെറ്റീരിയലും കൂടെ നമുക്കൊരു 4 ഇഞ്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക്. അതിന് മുകളിൽ നമ്മുടെ മെയിൻ നെറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത നെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഞാനൊരു 10 ഇഞ്ചിലാണ് ഈ നെക്ക് ഡെപ്ത് എടുത്തിട്ടുള്ളത്. ഇതിന് മുകളിൽ തന്നെ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പൊക്കെ കൃത്യമായിട്ട് കിട്ടും. വേറെ മാർക്കിങ്ങിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡെപ്ത് ഒരു 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ആലിലയുടെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 3 ഇഞ്ചോ 2 ഇഞ്ചോ വിട്ടിട്ട് നമുക്കൊരു ആലിലയുടെ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് മടക്കിയിട്ടിട്ട് വേണം വെട്ടാൻ. അപ്പോൾ നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫായിട്ടുള്ളൊരു ഷേപ്പ് വരച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ 2 നെക്കും പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 4 ഇഞ്ച് വീതം വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് മറിച്ചിടുമ്പോൾ അത് ചുളിവൊന്നുമില്ല, അത് നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ നെറ്റിൻ്റെ നെക്കിൽ ഈ ലൈനിങ് തുണി കൊണ്ട് തന്നെ നമ്മളൊന്ന് ക്രോസ് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നാലാണ് അത് ആ ഷേപ്പ് നന്നായി നിൽക്കുകയുള്ളൂ. ഈ നെറ്റ് തന്നെ മടക്കി തയ്ക്കാം, പക്ഷെ അത് ചിലപ്പോൾ ഈ ആലില എന്നുള്ളതൊക്കെ ഒരു വീനക്കൊക്കെ ആയിട്ട് അതിങ്ങനെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് ഒട്ടും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേറെ ഏതെങ്കിലും മാച്ചിങ് ക്ലോത്ത് വെച്ച് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിനി അകത്തേക്ക് മടക്കി 4 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ 2 നെക്കും കൂടെ ഒരുമിച്ച് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പെർഫെക്റ്റ് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് 3/4 സ്ലീവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹാഫ് ആം ഹോള് 8 ഇഞ്ചാണ്. അപ്പോൾ ഒരു 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴോട്ടൊരു 3.5 ഇഞ്ച്. പിന്നെ അതൊന്ന് ക്രോസ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. പിന്നെ ഒരു 6 ഇഞ്ചിൽ ആ വിഡ്ത്ത് നമുക്ക് എത്ര ആ വിഡ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊരു ഹാഫ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആം ഓപ്പണിംഗ് ഉണ്ടല്ലോ, സ്ലീവ് ഓപ്പണിംഗ്, അത് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു കർവ് അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും നമ്മളൊന്ന് ഒരു കർവ് വരയ്ക്കേണ്ടതുണ്ട്.
അതിനുശേഷം ഈ ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് വെട്ടുമല്ലോ, അത് നമുക്ക് നിവർത്തിയിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇതുപോലെ ഈ പാറ്റേണും ഡിസൈനും ഒക്കെ ഉള്ള ഈ ഇത് വെട്ടുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒരുപോലെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് തന്നെ ഒരുപോലെ വരാമെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാനിത് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ നല്ല ഭാഗം ഒരുമിച്ചിട്ടിട്ടാണ് ഈ ആം ഹോളിൻ്റെ ആ കുഴിവ് നമ്മൾ വെട്ടിയെടുക്കാറുള്ളത്. ഈ നെറ്റിൻ്റെ നല്ല ഭാഗം രണ്ടും ഒരുമിച്ചിട്ടിട്ട് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ ആം ഹോള് കുഴിച്ച് വെട്ടിയെടുക്കുകയാണ്. ഇനി സ്ലീവ് നമുക്ക് ടോപ്പുമായി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ടോപ്പിൻ്റെ സൈഡ് എല്ലാം സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെയായാലും അതിന് ചെറിയൊരു ചുളിവോ നമ്മുടെ ഈ ലൈനിങ്ങും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കയറി ഇറങ്ങിയൊക്കെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തായാലും പെർഫെക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും 2 സൈഡ് ഒരുമിച്ച് വെച്ച് പിൻ ചെയ്തതിന് ശേഷം മാത്രം തയ്ക്കുക. പിന്നില്ലെങ്കിൽ സൂചി നൂലും വെച്ച് കൈകൊണ്ട് ഒരു ഇഴയിട്ടൊന്ന് തുന്നി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അഴിച്ചു കളയാം. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ആ സിൽക്കിൻ്റെ ഫാബ്രിക് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ നീട്ടി ഇട്ടിരുന്നു നെറ്റിനേക്കാൾ. അത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഒരു പൈപ്പിംഗ് പോലെ മടക്കി വെച്ചാണ് അത് തയ്ച്ച് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇനി സൈഡ് സ്ലിറ്റും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി ഏറെക്കുറെ തീർന്നു. അതിനുശേഷം പുറകിൽ ഞാനൊരു ടക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഈ നെറ്റിൽ ഹെവി എംബ്രോയ്ഡറി ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ടക്ക് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ടോപ്പിൻ്റെ പുറകുവശം സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഡിസൈനർ ടോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.